ന്യൂസ് റിപ്പോർട്ട് സാർ എന്താണ്? ഇവിടെ ന്യൂസ് റിപ്പോർട്ട് ചെയ്യാത്രേ ഉള്ളൂ. ഒരു പത്രത്തിൽ നിങ്ങൾ മനോരമ പേപ്പറിൽ എങ്ങനെയാണ് ന്യൂസ് വരിക, അല്ലെങ്കിൽ ഹിന്ദു പേപ്പറിൽ എങ്ങനെയാണ് ന്യൂസ് വരിക, അതേ രീതിയിൽ നിങ്ങൾ റിപ്പോർട്ട് ചെയ്യുക. അതിന്റെ ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം ചെറിയ കഥയിലൂടെ. നിങ്ങൾ ആലോചിക്കുക മക്കളെ, നിങ്ങൾ പശുക്കളെ കണ്ടിട്ടുണ്ട്? സാധാരണഗതിയിൽ പശുക്കൾ സംസാരിക്കാറുണ്ടോ? ഇല്ല. പക്ഷെ ലെറ്റ്സ് സേ നമ്മുടെ വീടിന്റെ അടുത്ത് ഒരു പശു എന്താണ് സംസാരിക്കാൻ തുടങ്ങി. ഒരു ദിവസം രാവിലെ നോക്കുമ്പോൾ പശു, എന്താടാ നിങ്ങക്ക് പാല് വേണമല്ലടാ, വാടാ പാല് തരാം നിങ്ങക്ക്, ടച്ച് ഔട്ട്, പോയി കിടക്കടാ അവിടെ എന്ന് രാവിലെ സംസാരിക്കാൻ തുടങ്ങി വിചാരിക്കാം. പത്രത്തിൽ എഴുതണ്ടേ? നിങ്ങളാണ് ന്യൂസ് റിപ്പോർട്ടർ. നിങ്ങൾ എന്ത് ചെയ്യുന്നു? ആ പശു സംസാരിക്കുന്ന വീട്ടില് അല്ലെ തൊഴുത്തിൽ പോയി, പശു സംസാരിക്കുന്ന തൊഴുത്തിലെ ചേട്ടന്റെ പേരാണ് എന്താണ്, മനീഷ് ചേട്ടൻ. ഓക്കെ, മനീഷ് ചേട്ടനോട് പറഞ്ഞു, മനീഷ് ചേട്ടനോട് നിങ്ങൾ എന്തൊക്കെ ചോദിക്കും എന്നാണ് നിങ്ങൾ ആലോചിക്കേണ്ടത്. എന്താണ് ചോദിക്കുക? ഫസ്റ്റ് തന്നെ ആരാണ് സംസാരിക്കാൻ തുടങ്ങിയത്? മനീഷ് ചേട്ടനാണോ? അങ്ങനെയാണ് പത്രത്തിൽ വരേണ്ട ആവശ്യമില്ല. പശുക്കുട്ടനാണോ? പരീക്ഷയിൽ പത്രത്തിൽ വരണം. അപ്പൊ ആരാണ് സംസാരിക്കാൻ തുടങ്ങിയത്? എന്താണ് ശരിക്കും സംസാരിച്ചത്? എന്താണ് ആദ്യത്തെ വാക്കുകൾ? എന്തായിരുന്നു പശുക്കുട്ടന്റെ ആദ്യത്തെ വാക്കുകൾ? ഇമ്പോർട്ടന്റ് ആണ്. എപ്പോഴാണ് ഇത് സംഭവിച്ചത്? പുലർച്ചയ്ക്കാന്ന് പറഞ്ഞു. എത്ര സമയത്താണ് സംഭവിച്ചത്? നെക്സ്റ്റ്, എവിടെ വെച്ചാണ് സംഭവിച്ചത്? തൊഴുത്തിന്റെ നടുവിലായിരുന്നോ? അല്ലെ രാവിലെ എന്താണ് കറക്കാൻ പോയപ്പോ പശു പറഞ്ഞു നിർത്തടാ എന്ന് പറഞ്ഞു ആണോ? എന്താണ് അല്ലെ, പിടിച്ചു വലിക്കില്ലേ എന്ന് ആണോ? എപ്പോഴാണ് സംഭവിച്ചത്? എവിടെ വെച്ചാണ് സംഭവിച്ചത്? എന്തുകൊണ്ടായിരിക്കും സംഭവിച്ചത്? അതായത് പശുവിന്റെ വായുടെ ഉള്ളില് വോക്കൽ കോഡിൽ എന്തെങ്കിലും മാനിപ്പുലേഷൻ നടന്നിട്ടാണോ? അല്ലെങ്കിൽ ഈ പശുവിന്റെ എന്തെങ്കിലും വായിന്റെ ഉള്ളിൽ ആരോ സ്പീക്കർ വെച്ചിട്ട് നമ്മളെ പറ്റിക്കുന്നതാണോ? ഇപ്പൊ എന്തെങ്കിലും കാരണം കൊണ്ടാവായിരിക്കും അല്ലെ? അല്ലെങ്കിൽ ഈ നമ്മുടെ മനീഷ് ചേട്ടൻ കള്ളം പറയുന്നതാണോ? എന്തുകൊണ്ടായിരിക്കും സംഭവിച്ചത്? എങ്ങനെയാണ് സംഭവിച്ചത്? മൊത്തം കാര്യങ്ങളുടെ വിവരണം. ഓക്കെ, എന്നിങ്ങനെയാണ് സംഭവിച്ചത്. ആദ്യം പറഞ്ഞത് എന്താണ്? അതിന് മനീഷ് ചേട്ടൻ റിപ്ലൈ കൊടുത്തത് എന്താണ്? പിന്നീട് ആ കോൺവെർസേഷൻ എന്തായിരുന്നു? അപ്പൊ ഇത്രയും 6 കാര്യങ്ങൾ എന്തൊക്കെയാണ്? ആരെ, എന്ത്, എപ്പോ, എവിടെ, എന്തുകൊണ്ട്, എങ്ങനെ, ഈ 6 ചോദ്യങ്ങളുടെയും ഉത്തരം കൊടുക്കാൻ, അല്ലെ അറ്റ്ലീസ്റ്റ് ഈ 6 ചോദ്യങ്ങളിൽ ഒരു 5 ചോദ്യങ്ങളുടെയെങ്കിലും ഉത്തരം കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ നിങ്ങളുടെ ന്യൂസ് റിപ്പോർട്ട് തയ്യാറാണ്. ഓക്കെ, നിങ്ങളുടെ ന്യൂസ് റിപ്പോർട്ടിൽ ഈ 6 ചോദ്യങ്ങൾക്ക് 5 ചോദ്യങ്ങൾക്കെങ്കിലും നിങ്ങൾ ഉത്തരം കൊടുക്കണം. ഓക്കെ, സിമ്പിൾ പരിപാടിയാണ്, ബുദ്ധിമുട്ടില്ല. ഇനി അങ്ങനെയാണ് സാർ ന്യൂസ് റിപ്പോർട്ടിന്റെ ഫോർമാറ്റ് എന്താണ്? ഇത് എങ്ങനെയാണ് ശരിക്കും എഴുതേണ്ടത്? ഒരു ചോദ്യം വായിച്ചു നോക്കാം. 2021 പബ്ലിക് പരീക്ഷ എന്ന ചോദ്യമാണ്. ഇമാജിൻ ദാറ്റ് യു ആർ എ റിപ്പോർട്ടർ ഓഫ് എ ഡെയിലി ബ്ലാ 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 ട്രിപ്പ് ടു ലെഹോർല. ജോഫിസ് gives a detailed description of the thrilling journey to be published in your daily. Prepare a news report about the journey. ഈ ട്രിപ്പ് ടു ലെഹോർലയിലെ ആ ബലൂൺ പറക്കുന്ന ജേർണിനെ പറ്റിയിട്ട് ന്യൂസ് റിപ്പോർട്ട് എഴുതാൻ വേണ്ടി ചോദിച്ചിരിക്കുകയാണ്. ഹിന്റുകളും തന്നിട്ടുണ്ട്. ആ ഹിന്റുകൾ തന്നാൽ എന്തായാലും അത് ഉപയോഗിക്കണം. അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് ന്യൂസ് റിപ്പോർട്ട് എഴുതുക? വളരെ സിമ്പിൾ ആണ്. അതിന്റെ ഫോർമാറ്റ് നമുക്ക് ആദ്യം നോക്കാം. ഫസ്റ്റ് തന്നെ നിങ്ങളൊരു കാച്ചി ടൈറ്റിൽ കൊടുക്കണം. പത്രത്തിൽ റിപ്പോർട്ട് വന്ന ഒരു ടൈറ്റിൽ ഉണ്ടാവും. ആ ടൈറ്റിലിൽ തന്നെ എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലാക്കണം. വളരെ ഭംഗി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ വളരെ കാവ്യാത്മകമായിട്ട് ഭീകര ടൈറ്റിൽ കൊടുത്തിട്ട് കാര്യമില്ല. ആ എന്താണോ ആ ന്യൂസിൽ സംഭവിച്ചത് അത് മനസ്സിലാകാൻ പാകമുള്ള ടൈറ്റിൽ കൊടുക്കണം. ഫോർ എക്സാമ്പിൾ, ക്യാപ്റ്റൻ ജോവിസ് ടേക്സ് ടു ദ സ്കൈസ്. ക്യാപ്റ്റൻ ജോവിസ് ആകാശത്തേക്ക് പറന്നിരിക്കുകയാണ്. ദ ത്രില്ലിംഗ് ട്രിപ്പ് ഓഫ് ലെഹോർല എന്ന് പറഞ്ഞൊരു അടിപൊളി ടൈറ്റിൽ കൊടുക്കുക. ആ ടൈറ്റിൽ തന്നെ കാര്യം മനസ്സിലാവണം. ഓക്കെ, നെക്സ്റ്റ് കൊടുക്കേണ്ടത് പ്ലേസ് ആണ്, സ്ഥലം. പാരീസ്. ഓക്കെ, വേണമെങ്കിൽ നിങ്ങളൊരു കോമയായിട്ട് ഡേറ്റും കൂടി കൊടുത്തോളൂ. നിങ്ങളുടെ സ്കൂളിലെ ടീച്ചർ പറഞ്ഞിട്ടുണ്ട് ഡേറ്റും കൂടി കൊടുക്കണം എന്ന് പറഞ്ഞാൽ പ്ലേസ് കൊടുക്കുക, പാരീസിന് കൊടുക്കുക, ഒരു കോമ ഇടുക, അവിടെ തന്നെ ഡേറ്റ് കൊടുക്കുക. 2 കുത്തുകുത്ത് ഇടാൻ മറക്കരുത്. നോക്കിക്കേ, ശ്രദ്ധിക്കാൻ മക്കളെ, കുത്തുകുത്ത് ഇടാൻ മറക്കരുത്. അപ്പൊ പ്ലേസ് കൊടുക്കുക, കുത്തുകുത്തിടുക, ഡേറ്റ് എഴുതാൻ പറഞ്ഞു സ്കൂളിലെ ടീച്ചർ എങ്കിൽ നിങ്ങൾ ഡേറ്റും കൂടി എഴുതുക. ഓക്കെ, കുത്തുകുത്ത് കൊടുക്കാൻ മറക്കരുത്. കുത്തുകുത്ത് കൊടുത്തു കഴിഞ്ഞാൽ അപ്പൊ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം? എഴുതി സ്റ്റാർട്ട് ചെയ്യാം. ആ ലൈനിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് തന്നെ പറയേണ്ടത് എന്താണ്? ഫസ്റ്റ് നിങ്ങൾ എന്താണ്, ഇൻട്രൊഡക്ഷൻ ഒന്നും കൊടുക്കരുത്. ഓക്കെ, നമ്മുടെ എസ്സേ എഴുതുമ്പോഴും റൈറ്റപ്പ് എഴുതുമ്പോഴും നരേറ്റീവ് എഴുതുമ്പോഴൊക്കെ നമ്മൾ ഇൻട്രൊഡക്ഷൻ കൊടുക്കാൻ പറയും. ഇവിടെ ഇൻട്രൊഡക്ഷൻ ഒന്നും ഇല്ല. നേരെ കാര്യത്തിലേക്ക് കടക്കുക. എന്താണ് സംഭവിച്ചതെന്ന് 1-2 സെന്റൻസിൽ നിങ്ങൾ പറയണം. എന്താണ് സംഭവിച്ചത്? ഓൺ ദ ഈവനിങ് ഓഫ് 15 September 2021 Captain Jovis took to the skies in his hot air balloon on a journey like no other. The trip of Leorla began. അപ്പൊ അത്രയേ ഉള്ളൂ, കഴിഞ്ഞു. അപ്പൊ ഫസ്റ്റ് ലൈനിൽ തന്നെ അല്ലെ 1-2 സെന്റൻസിൽ തന്നെ സംഭവിച്ച കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക? അങ്ങോട്ട് വിവരിക്കുക. എന്നിട്ട് നിങ്ങൾ അതിനെ വിവരിക്കുകയല്ല, അത് ജസ്റ്റ് എന്ത് ചെയ്യുക? ഒന്ന് പറയുക, ഒന്ന് സ്റ്റേറ്റ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ അതിനെ വിവരിക്കുക. The trip to Leorla began at a small airfield. ആദ്യം മുതൽ പറയാ. As the sun began to set. നിങ്ങൾ കാര്യങ്ങളൊക്കെ വിവരിക്കുക. ഇന്നെ സംഭവിച്ചു, പിന്നെ ഇങ്ങനെ സംഭവിച്ചു. അവർ ഹിൻസിൽ കൊടുത്തിട്ടുണ്ടാവും മിക്ക സമയത്ത്. അപ്പൊ അതിനെ പറ്റിയൊക്കെ കൊടുക്കുക. After several hours they praised Jovis. കുറെ കാര്യങ്ങൾ ഇവിടെ എഴുതിയിട്ടുണ്ട്, അതൊക്കെ വായിച്ചു നോക്കണം.
ഞാനിപ്പോൾ വെറുതെ ബ്ലബ്ലാന്ന് പറഞ്ഞ് വായിക്കും, നിങ്ങളിത് മൊത്തം വായിക്കണം. എന്നിട്ട് എങ്ങനെയാണ് സാർ എൻഡ് ചെയ്യേണ്ടത് നോക്കിക്കേ. വളരെ എങ്ങനെ വേണം എൻഡ് ചെയ്യാം, ഒരു കമന്റിലാണ് പൊതുവെ എൻഡ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ ഇവരെങ്ങനെ എൻഡ് ചെയ്യുന്നത് നോക്കിക്കേ. ജോവിസ് ആൻഡ് ഹിസ് ടീം ആർ ഓൾറെഡി പ്ലാനിങ് ദെയർ നെക്സ്റ്റ് അഡ്വെഞ്ചർ ആൻഡ് വി കാൺട്ട് വെയിറ്റ് ടു സീ വേർ ദേ വിൽ ഗോ നെക്സ്റ്റ്. ഇത് ശരിക്കും കഥയിലുള്ള കാര്യമാണോ? അല്ല. പക്ഷെ ഒരു ന്യൂസ് റിപ്പോർട്ട് എഴുതുമ്പോൾ ആ ന്യൂസ് റിപ്പോർട്ടറിന്റെ ഒരു കമന്റ് ഉണ്ടാവും അവസാനം. അവരെന്താണ് അടിപൊളി ട്രിപ്പ് ചെയ്തിരിക്കുകയാണ്, ഇനി നെക്സ്റ്റ് എവിടെയാണ് പോവാന്ന് നമ്മൾ കാണാൻ വേണ്ടി നമുക്ക് എന്താണ് ആകാംക്ഷയാണ് എന്നുള്ള കാര്യം ഒരു കമന്റോടെ എന്താണ് എൻഡ് ചെയ്യുക. ഇനി സാർ എനിക്ക് ഇങ്ങനെ കമന്റ് ഒന്നും എഴുതാനൊന്നും അറിയില്ല, ഞാൻ അത്ര അടിപൊളിയൊന്നുമല്ല, അപ്പൊ നിങ്ങൾക്ക് ഏറ്റവും സിമ്പിൾ ആയിട്ട് ഞാൻ എങ്ങനെ എൻഡ് ചെയ്യേണ്ടത് പറഞ്ഞു തരട്ടെ. ഇത്രയേ ഉള്ളൂ. ഓർ നിങ്ങൾക്ക് ചെയ്യാം, നിങ്ങൾക്ക് ഒന്നും അറിയില്ലെങ്കിൽ മെനി പീപ്പിൾ, മിക്ക സമയത്ത് ഇത് വർക്ക് ചെയ്യും, 90% സമയത്ത് ഇത് വർക്ക് ചെയ്യും. സോ നിങ്ങൾക്ക് ഉപയോഗിക്കാം. മെനി പീപ്പിൾ ഗ്യാദർ ടു വിറ്റ്നസ് ദിസ് എക്സ്ട്രാordinary അഥവാ പെക്യുലിയർ ഇവന്റ്. ഓക്കെ, എക്സ്ട്രാordinary നമ്മൾ പൊതുവെ ഉപയോഗിക്കുക നല്ല ഇവന്റിലാണ്, പെക്യുലിയർ നമ്മൾ പൊതുവെ ഉപയോഗിക്കുക അത്രയും നല്ലൊരു ഇവന്റ് അല്ലാത്തപ്പോൾ. ഓക്കെ, അപ്പം ഏത് ന്യൂസ് റിപ്പോർട്ട് എഴുതേണ്ട ചോദ്യം വന്നു കഴിഞ്ഞാലും ഒരു ഇൻസിഡന്റ് നടന്നിട്ടുണ്ടാവും, അത് കാണാൻ വേണ്ടി മിക്ക സമയം 90% സമയത്തും ആരെങ്കിലും വന്നിട്ടുണ്ടാവും. സോ നിങ്ങൾക്ക് ആ രീതിയിൽ എന്ത് ചെയ്യാം, കമന്റ് കൊടുത്ത് എൻഡ് ചെയ്യാം. ഓക്കെ, ഇത് തന്നെ എപ്പോഴും ഉപയോഗിക്കണമെന്നില്ല. ഞാൻ പറയുന്ന ഒന്നും നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഇത് അങ്ങോട്ട് ഉപയോഗിച്ചോളാൻ. ഓക്കെ, ആ കാര്യം മനസ്സിലായെങ്കിൽ എന്ന് പറഞ്ഞ ശരിക്കും നിങ്ങൾ ഇടാം. ഓക്കെ, അപ്പൊ എന്തൊക്കെയാണ് വേണ്ടത്? ഒരു ക്യാച്ചി ടൈറ്റിൽ വേണം, പ്ലേസ് കൊടുക്കണം, കുത്തുകുത്തിടണം. ഫസ്റ്റ് 2 സെന്റൻസിൽ തന്നെ നടന്ന കാര്യം അവിടെ വൃത്തിക്ക് എഴുതി കൊടുക്കണം. എന്താണ് സംഭവിച്ചത്, ഓക്കെ, എന്താണ് ഇൻസിഡന്റ് സംഭവിച്ചത് കൊടുക്കുക. എന്നിട്ട് നിങ്ങൾ അതിന്റെ സ്റ്റാർട്ടിങ് മുതൽ വിവരിക്കുക. എന്തൊക്കെ കഥകൾ പറയാനുണ്ടോ അതൊക്കെ വിവരിക്കുക. ഓക്കെ, അതൊക്കെ ഇത് വായിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. എപ്പോഴാണ് വായിക്കേണ്ടത്? നാളെ രാവിലെ കുത്തിരുന്ന് ഇത് വായിച്ചിട്ട് വേണം പരീക്ഷ ഹാളിലേക്ക് കയറി ചെല്ലാൻ വേണ്ടിയിട്ട്. ന്യൂസ് റിപ്പോർട്ടിന്റെ ഒരു എക്സാമ്പിളും കൂടി കൊടുത്തിട്ടുണ്ട്, അതിന്റെയും ആൻസർ കൊടുത്തിട്ടുണ്ട്. നോക്കിയേ, ടൈറ്റിൽ സ്മോൾ പോക്സ് ഔട്ട്ബ്രേക്ക് ഓൺ ബോട്ട് ഷിപ്പ് റാണഗഞ്ചി. സ്ഥലം കൊടുത്തു, കുത്തുകുത്തിട്ടു, വിവരിക്കാൻ തുടങ്ങി. ഫസ്റ്റ് സെന്റൻസിൽ തന്നെ എന്താണ് കാര്യം ഉണ്ടായിരിക്കണം. ഷിപ്പ് റാണഗഞ്ചി എക്സ്പീരിയൻസ് അൺപ്രസിഡന്റഡ് ഔട്ട്ബ്രേക്ക് ഓഫ് സ്മോൾ ബോക്സ് വിത്ത് 1500 പാസഞ്ചേഴ്സ് ഓൺ ബോർഡ് വൈൽ സെയിലിംഗ് ഫ്രം പോർട്ട് സൈഡ്. ഓക്കെ, അപ്പൊ കൊടുത്തു. ഇനി നിങ്ങൾ എന്ത് ചെയ്യുക, ബാക്കിയുള്ള കാര്യങ്ങൾ വിവരിക്കുക. സ്റ്റാർട്ടിങ് മുതൽ എൻഡിങ് വരെ വിവരിക്കുക. അവസാനം നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു കമന്റ് കൊണ്ട് കൊടുക്കുക. പരിപാടി തീർന്നു. ഓക്കെ, അത്രയുള്ള സംഭവം. അപ്പൊ ന്യൂസ് റിപ്പോർട്ടിന്റെ മൊത്തം ഫോർമാറ്റും അതിന്റെ കാര്യങ്ങളും മനസ്സിലായി വിചാരിക്കുന്നു. ഒരു കാര്യം കൂടെ മറക്കരുത്, ഞാൻ ഈ പറഞ്ഞ 6 കാര്യങ്ങളുടെ ഒരു 5 കാര്യങ്ങളെങ്കിലും ഇതിൽ ഉണ്ടാവണം. ആര് ക്യാപ്റ്റൻ ജോവിസ് എന്ത് ഹോട്ട് എയർ ബലൂൺ പറപ്പിക്കുന്ന പരിപാടി എപ്പോൾ 15 സെപ്റ്റംബർ 2021 എവിടെ വെച്ച്? പാരീസിൽ വന്നു. കൂടുതൽ ഔട്ട്സ്കേർട്സ് ഓഫ് പാരീസ് എന്ന് പറയുന്നുണ്ട് അല്ലേ, എവിടെ പറയുന്നത് ഔട്ട്സ്കേർട്സ് ഓഫ് പാരീസ് എവിടെ വെച്ച് ഉണ്ട്. പിന്നെ എങ്ങനെ എന്നുള്ളതിന്റെ വലിയ അർത്ഥം ഇവിടെ ഇല്ല. അല്ല, എങ്ങനെയെന്നുള്ളതിന്റെ അർത്ഥം ഉണ്ട്. എങ്ങനെയാണ് സംഭവിച്ചത്, എന്തൊക്കെയാണ് സംഭവിച്ചത് വിവരിക്കാം. എന്തുകൊണ്ട് എന്നുള്ളതിന് വലിയ ആ ചോദ്യത്തിന് ഇവിടെ ഉത്തരവും കൊടുക്കാനുള്ളതിന് വലിയ സ്കോപ്പ് ഇല്ല. അപ്പൊ എന്തുകൊണ്ട് വേണ്ട, പക്ഷെ എങ്ങനെയാണ് അതൊക്കെ സംഭവിച്ചതെന്ന് തീർച്ചയായിട്ടും ഉത്തരം കൊടുക്കുക. അപ്പൊ ആ 6 ചോദ്യങ്ങളിൽ ഒരു 5 ചോദ്യങ്ങൾക്കെങ്കിലും ഉത്തരം ഇൻഡയറക്റ്റ് ആയിട്ട് ഇതിനുള്ളിൽ ഉണ്ടാവുന്ന നോക്കിയാലും കൂടെ ഫുൾ മാർക്ക് ആയിരിക്കും കിട്ടുക പരീക്ഷയിൽ. ഓക്കെ, ആ 6 ചോദ്യങ്ങൾ 5 ചോദ്യങ്ങളിലും ഡയറക്റ്റ് കൊടുക്കരുത്. ഹൂ ക്യാപ്റ്റൻ ജോവിസ്, വാട്ട് ഹോട്ട് എയർ ബലൂൺ പറപ്പിക്കൽ എന്ന് കൊടുക്കരുത്. അതിന്റെ ഇൻഡയറക്ട്ലി അതിന്റെ ഉള്ളിൽ ഉണ്ടാവുന്ന നിങ്ങൾ ബോധത്തോടെ എഴുതിയാൽ മതി. ഓക്കെ, അത്രയേ ഉള്ളൂ ന്യൂസ് റിപ്പോർട്ട്.